ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പതിവ് പോലെ കേരളത്തിൽ ഇത്തവണയും കനൽ ഒരു തരി മാത്രമായി ഒതുങ്ങി. ഇതോടെ ഇടതു താവളങ്ങൾ പയ്യെ പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിലെ നാണം കെട്ട ഈ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് ഇടത് നേതാക്കളുടെ പോലും വിലയിരുത്തൽ. പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റാതെ സർക്കാരിന്റെ ഭരണം നന്നാകില്ലെന്ന് CPI തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. നേരത്തെയും മുഖ്യമന്ത്രിക്കെതിരെ CPI കേന്ദ്രങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത്തവണ തിരുവനന്തപുരം ജില്ലാ കൗൺസിലിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ കൗൺസിലിൽ നേതാക്കൾ രൂക്ഷ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തിരിച്ചടിയായത്. വീണ വിജയന്റെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. നിലവിൽ മന്ത്രിമാരെല്ലാവരും മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്നും CPI യോഗത്തിൽ പറയുന്നു. PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും യോഗം വിമർശനമുന്നയിച്ചു. ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത് CPIയുടെ രീതിയല്ല. ഇതൊന്നും പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും CPI യോഗം ഓർമ്മിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പിന് പിന്നാലെ ആലപ്പുഴയിൽ ചേർന്ന CPI യോഗത്തിലും സമാന വിലയിരുത്തലിലാണ് എത്തിയത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ഭരണവിരുദ്ധ വികാരവുമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു യോഗത്തിൽ വിമർശനമുയർന്നത്. നേരത്തെ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായിരുന്ന G സുധാകരനും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നായിരുന്നു G സുധാകരന്റെ വിമർശനം. ഒരാൾ വിചാരിച്ചാൽ എല്ലാവരെയും അടക്കി നിർത്താൻ കഴിയില്ല. വീഴ്ചകൾ വന്നാൽ പറയണം. രണ്ടാം പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങളില്ല. പലർക്കും ഇടത് സർക്കാരിനെ കുറിച്ച് വിമർശനമുണ്ടെന്നും G സുധാകരൻ തുറന്നു പറഞ്ഞിരുന്നു.